നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. പിന്നെ TDS ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. കുറച്ച് അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആയിരുന്നു മാൻ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇത് കോൺട്രാക്ട് ഇൻകത്തിലാണോ പെടുക, അതല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസിലാണോ പെടുക എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നു പല വർക്കിന്റെ നേച്ചർ നോക്കുമ്പോഴും. ഇപ്പൊ അത് വ്യക്തമായിട്ട് കോൺട്രാക്ട് സർവീസിൽ തന്നെ ടാക്സ് പിടിച്ചാൽ മതിയെന്ന് ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് 1% അല്ലെങ്കിൽ 2% ടാക്സേ വരുന്നുള്ളൂ. പ്രൊഫഷണൽ ആണെങ്കിൽ 10% ആകുമായിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. റേറ്റിലൊന്നും മാറ്റമില്ല. 1%. അതായത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മുമ്പ് നമ്മൾ എപ്പോഴും ആളുകൾ ആലോചിക്കും പഴയ ആക്റ്റാ 194C എന്നായിരിക്കും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷേ സെക്ഷൻ വേറെയാണ്. ഇറ്റ് ഈസ് 393(4) ആണ്. 393(4)ലാണ് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ പുതിയ ആക്ടിൽ വളരെ സിമ്പിളായിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിലാണ് ഈ TDS പ്രൊവിഷനുകളൊക്കെ വരുന്നത്. വളരെ ഈസി ആയിട്ട്, വളരെ രസകരമായിട്ട് പുതിയ ആക്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പുതിയ ആക്റ്റും പഴയ ആക്റ്റും തമ്മിൽ നല്ല പ്രസന്റേഷനിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അമെൻമെന്റ് വന്നിരിക്കുന്നത് ഒരു ഏരിയ എന്ന് പറയുന്നത് TCS ആണ്. TCSൽ നമ്മൾ ഫോറിൻ ട്രാവൽ, ടൂർസ് ആൻഡ് ട്രാവൽസിൽ കാര്യമായൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഫോറിൻ ടൂറിന് പോവാണ്, 20 lakhs ആൾക്ക് എക്സ്പെൻസ് വന്നെങ്കിൽ നേരത്തെ അതിൻ്റെ 5%, 20% ഒക്കെ ടാക്സ് പിടിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2% പിടിച്ചാൽ മതി എന്നാണ് പുതിയൊരു അമെൻമെന്റ് വന്നിരിക്കുന്നത്. അതൊരു വലിയൊരു നല്ലൊരു മാറ്റമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഒരുപാട് ആളുകൾ പുറത്തേക്കൊക്കെ വിദേശത്തേക്ക് ടൂർ പോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുൻപ് അത് റേറ്റ് 5%, 10% ഒക്കെ ആയിരുന്നു. പക്ഷേ ഫോറിൻ ടൂറിൻ്റെ ഒക്കെ റേറ്റ് എനിക്ക് തോന്നുന്നു TCS ഈ ഒരു ലാസ്റ്റ് 1 or 2 years ഒക്കെ ആയിട്ടാണ് 20% ഒക്കെ ആയിട്ട് എൻഹാൻസ് ചെയ്തത്. വലിയൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 20 lakhs ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്കാണ് TCS ആയിട്ടൊക്കെ പോവാണ്. അപ്പോൾ അത് 40,000 രൂപ. അപ്പോൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടും മെഡിക്കൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും 5% ആയിരുന്നു TCS വന്നിട്ടുണ്ടായിരുന്നത്. എബോ 10 lakhs വരുന്ന റെമിറ്റൻസിന്. പിന്നെ ഫോറിൻ ടൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20% ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം. പിന്നെ ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ TCS ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പല പല റേറ്റുകളാണ്. 0.5 ഉണ്ട്, 5 ഉണ്ട്, 20 ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ 10 lakhs കഴിഞ്ഞാലൊരു ലിമിറ്റ്. ഇത് കൂടുതൽ കൺഫ്യൂഷനുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റേറ്റ് റാഷണലൈസേഷൻ വന്നപ്പോഴേ ഇത് കുറച്ചും കൂടി നന്നായി നടത്താം. കറക്റ്റ് 20 ഇല്ല, 2% ആയി. നമ്മളിപ്പോൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ GST ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റേറ്റ് റാഷണലൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കുറച്ചൊരു നല്ല മൂവ്മെൻ്റ് ആണ്. അപ്പോൾ TCSന് ഇനി മുതൽ 2% ആണ് ഫോറിൻ ട്രിപ്പിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മളുടെ പല ആളുകളെ എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി. പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. April തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത്, ഇവൻ പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്.
അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ അതിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AI ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, AI ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്ന മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.